വാദികളിൽ അനധികൃത പ്രവേശനം, കർശന നടപടി, മുന്നറിയിപ്പ്. വാദി ബനി ഖാലിദിൽ മുങ്ങി മരണം. ബർക്ക വാദി സിലായിൽ സാഹസിക രക്ഷാപ്രവർത്തനം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാദികളിൽ അനധികൃതമായി പ്രവേശിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ട്രാഫിക് നിയമത്തിലെ വകുപ്പ് 49(8) പ്രകാരം ജീവൻ അപകടമുണ്ടാക്കുന്ന രീതിയിൽ മനഃപൂർവ്വം വാദികളിൽ മുറിച്ചു കടക്കുന്നവർക്ക് 3 മാസം വരെ തടവോ 500 റിയാൽ വരെ പിഴയോ ലഭിക്കാവുന്നതാണ്. ഇത്തരം പ്രവൃത്തികൾ ഡ്രൈവർമാരെയും യാത്രക്കാരെയും പൊതുജനങ്ങളെയും ഗുരുതരമായി ബാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ROP അഭ്യർത്ഥിച്ചു. അതേസമയം അപകടകരമായ സാഹചര്യങ്ങളിൽ വാദികളിൽ പ്രവേശിക്കുന്നത് ഇൻഷുറൻസ് നഷ്ടപരിഹാരം നഷ്ടപ്പെടാൻ ഇടയാകുമെന്ന് ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. പ്രകൃതി ദുരന്തങ്ങളാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചാലും മനഃപൂർവ്വമായ അപകടകരമായ പ്രവർത്തികൾക്ക് പരിരക്ഷ ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴ തുടരുന്നതിനിടെ വാദി ബനി ഖാലിദിൽ ഒമാനി പൗരൻ മുങ്ങി മരിച്ചു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ ജലസ്രോതസ്സുകളിൽ പ്രവേശിക്കുന്നത് അപകടകരമാണെന്നും അധികൃതർ വീണ്ടും മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബർക്കയിലെ വാദി സിലായിൽ കുത്തൊഴുക്കിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ രക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് സാഹസിക രക്ഷാപ്രവർത്തനം നടത്തി. ഒഴുക്കിൽപ്പെട്ട കാറിൽ കുടുങ്ങിയ സ്വദേശിയെ രക്ഷിക്കുന്നതിനിടെ ഒരു രക്ഷാപ്രവർത്തകനും വെള്ളത്തിൽപ്പെട്ടു. എന്നാൽ നാട്ടുകാരുടെ സമയോചിത ഇടപെടലിലൂടെ ഇരുവരെയും സുരക്ഷിതമായി കരയിലെത്തിക്കാൻ സാധിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ബിർക്കാത്ത് അൽ മൗസിനെയും ജബൽ അൽ അഖ്ദറിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന മലനിര പാതയിൽ വാദി കുത്തൊഴുകിയതിനെ തുടർന്ന് റോഡ് ഭാഗികമായി തകർന്നു. റോഡിന്റെ ഒരു വശം ഒലിച്ചു പോയതിനെ തുടർന്ന് പാത ഭാഗികമായി അടച്ചതായി ഗതാഗത, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻസ് ടെക്നോളജി മന്ത്രാലയം അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഒരു ലൈനിലൂടെ മാത്രമാണ് ഗതാഗതം നിയന്ത്രിച്ച് കടത്തിവിടുന്നത്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ബന്ധപ്പെട്ട മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.